ഇപ്പോൾ മറുഭാഗത്ത് കാണുന്ന ദൃശ്യം, ആ വാഹനം അത് പൃഥ്വിരാജിന്റെ വാഹനമാണ്. ഈ വാഹനമാണ് ഈ ഭൂട്ടാൻ കടത്ത് സംഘത്തിൽ നിന്ന്, അവരുടെ ഇടനിലക്കാരിൽ നിന്ന് പൃഥ്വിരാജ് വാങ്ങിയത് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. നിരവധി ആഡംബര വാഹനങ്ങൾ പൃഥ്വിരാജിന് സ്വന്തമായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം. സമീപകാലത്ത് റേഞ്ച് റോവർ വോഗ് അദ്ദേഹം പുറത്തിറങ്ങുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. മാത്രമല്ല പോർഷെ 911 GT3 എന്ന വേരിയന്റ് അദ്ദേഹം പുറത്തിറക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നതാണ്. പൃഥ്വിരാജ് ഡിഫൻഡർ വാഹനം പുറത്തിറക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതേപോലെ തന്നെ മിനി കൂപ്പർ JCW മിനി കൂപ്പർ പുറത്തിറക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതുൾപ്പെടെ നിരവധി ആഡംബര വാഹനങ്ങൾ പൃഥ്വിരാജിനുണ്ട്. സിനിമാ മേഖലയിലെ പലർക്കും വാഹനങ്ങളോട് വലിയ ഭ്രമമുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. വ്യവസായികളായ ആളുകൾക്കും വലിയ ഭ്രമമുള്ള നമുക്ക് അറിയാവുന്നതാണ്. പൊതുജനങ്ങൾ വളരെ കൗതുകത്തോടു കൂടിയാണ് ഇത്തരം വാഹനങ്ങളെയൊക്കെ നോക്കി നിൽക്കാറും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പൃഥ്വിരാജിൻ്റെ വാഹനമാണ്. ഈ ഇടനിലക്കാർ പൃഥ്വിരാജിനെയും ദുൽഖർ സൽമാനെയും ഉൾപ്പെടെയുള്ളവരെ സമീപിച്ചു. കേരളത്തിൽ നിരവധി വാഹനങ്ങൾ വിറ്റിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭൂട്ടാനിൽ നിന്ന് സൈന്യം ഉപയോഗിച്ച വാഹനങ്ങൾ, ലാൻഡ് ക്രൂയിസർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അത് ഇന്ത്യയിലേക്ക് എത്തിച്ചു. കുറഞ്ഞ വിലയ്ക്ക് ഒരുമിച്ച് വാഹനം വാങ്ങി എന്ന വിവരമാണ് അന്വേഷണ ഏജൻസികൾക്കുള്ളത്. 3 ലക്ഷം രൂപയ്ക്കും 5 ലക്ഷം രൂപയ്ക്കും അതിൽ താഴെയുമൊക്കെയാണ് വാഹനങ്ങൾ വാങ്ങിയിരിക്കുന്നത്. അത് 40-50 ലക്ഷം രൂപയ്ക്കോ ഒരുപക്ഷെ അതിന് മുകളിലോ വിൽക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തു. ഒരുപക്ഷെ പുതിയ വാഹനം എന്ന നിലയിലായിരിക്കാം ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. വലിയ പഴക്കം ചെന്ന വാഹനമാണ് എങ്കിൽ സാധാരണ നിലയിൽ പ്രമുഖരായ ആളുകൾ അത്തരം വാഹനങ്ങൾ വാങ്ങുന്ന പതിവ് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ പുതിയ വാഹനം എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ SP52 എന്ന രജിസ്ട്രേഷനിൽ ഹിമാചൽ പ്രദേശിൽ ആ വാഹനം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഭൂട്ടാനിൽ നിന്നുള്ള ഇന്ത്യയിലേക്ക് ഈ വാഹനം എത്തിച്ചപ്പോഴുള്ള നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടാകാം. അക്കാര്യത്തിൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിച്ച് ഇവിടെ സ്വാഭാവികമായും റീ രജിസ്ട്രേഷൻ കേരള നമ്പറിലേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ കാണുന്നതിൽ KL എന്നാണ് എന്ന് തോന്നുന്ന ദൃശ്യങ്ങളിൽ കേരള രജിസ്ട്രേഷനിലേക്ക് റീ രജിസ്ട്രേഷൻ. അപ്പോൾ ഹിമാചൽ പ്രദേശിലെ വാഹനം അത് കേരളത്തിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നു എന്ന നികുതി മാത്രമായിരിക്കും ഒരുപക്ഷെ അടച്ചിട്ടുണ്ടാവുക. അതേസമയം രാജ്യത്തിന് പുറത്തു നിന്ന് കൊണ്ടുവന്ന വാഹനമാണ്. ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് വലിയ നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹന നിർമ്മാതാക്കൾ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്കല്ലാതെ നമ്മളിപ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്ന് വാഹനങ്ങൾ എത്തിക്കുകയാണെങ്കിൽ ഭീമമായ നികുതിയാണ് ഇന്ത്യയിൽ നൽകേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് രാജ്യത്തിന് പുറത്തുനിന്നുള്ള വാഹനങ്ങളുടെ വരവ് വളരെ പരിമിതമാണ് ഇന്ത്യയിൽ. അതിനിടയിലാണ് ഭൂട്ടാനിൽ നിന്ന് ഭൂട്ടാൻ റോയൽ ആർമി ഉപയോഗിച്ച വാഹനങ്ങൾ ഇടനിലക്കാർ ഇന്ത്യയിലേക്ക് എത്തിച്ച് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് അത് പൃഥ്വിരാജും ദുൽഖറും ഉൾപ്പെടെയുള്ളവർക്ക് വിറ്റത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് 30 ഇടങ്ങളിലെങ്കിലും പരിശോധനകൾ നടക്കുന്നു എന്നതാണ് ഇപ്പോൾ അന്വേഷണ വിവരമായി പ്രദീപ് ജോസഫും റിയ ബേബിയും നിൽക്കുന്നത്. ദുൽഖർ സൽമാന്റെ വീട്ടിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. അതിനിടയിലാണ് പൃഥ്വിരാജിന്റെ വാഹനത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വരുന്നത്. റിയ ബേബി തുടരുന്നുണ്ട്. റിയ, പൃഥ്വിരാജിന്റെ വീട്ടിലും പരിശോധന നടക്കുകയാണ്. ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ ദൃശ്യം വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പൃഥ്വിരാജ് ഉപയോഗിക്കുന്ന ആഡംബര വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളോ തന്നെ അത് റിലീസ് ചെയ്തിട്ടുള്ളതാണ്, നമ്മളെല്ലാം കണ്ടിട്ടുള്ളതുമാണ്. കൊച്ചിയിൽ മറ്റിടങ്ങളിൽ പരിശോധനയുണ്ടോ? എവിടെയൊക്കെയാണ് ഈ പരിശോധന എന്ന കാര്യത്തിലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഇപ്പോൾ എളംകുളത്തെ ദുൽഖറിന്റെ വീടിന് പുറമെ പൃഥ്വിരാജിന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പനമ്പള്ളി നഗറിലുള്ള മമ്മൂട്ടി മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലും കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് പരിശോധന നടക്കുന്നുണ്ട്. ഇവർ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം വാഹനങ്ങളും പനമ്പള്ളി നഗറിലുള്ള മമ്മൂട്ടിയുടെ വീട്ടിനോട് ചേർന്നുള്ള യാർഡിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെയും കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നുള്ള സംഘം, കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തി പരിശോധന നടത്തുന്നുണ്ട്. വാഹനങ്ങൾ പരിശോധന നടക്കുന്നുണ്ട്. ഒരേ സമയം ഈ എളംകുളത്തെയും പനമ്പള്ളി നഗറിലെയും വീട്ടിലാണ് കസ്റ്റംസ് സംഘം എത്തി പരിശോധന നടത്തുന്നത്. അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പരിശോധന തുടരുന്നുണ്ട്. ഇതിന് പുറമെയാണ് മറ്റു ജില്ലകളിൽ ചില വ്യവസായികളുടെ വീട്ടിലടക്കം കസ്റ്റംസ് ഉദ്യോഗസ്ഥരെത്തി സമാനമായ കേസിൽ ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് മണിക്കൂറുകളായി ഒരേ സമയം 30ഓളം ഇടങ്ങളിൽ ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമുള്ള പരിശോധന തുടരുന്നു എന്നതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. അതിനുശേഷം അതായത് ഏതാണ്ട് 2.5 മണിക്കൂറോളം ഈ പരിശോധന പിന്നിടുകയും ചെയ്തിട്ടുണ്ട്. ഈ നേരത്തെ രജീഷൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭൂട്ടാൻ റോയൽ ആർമിയുടെ വാഹനങ്ങൾ അത് ഇന്ത്യയിൽ
ഇന്ത്യയിലെത്തിച്ച് ഹിമാചൽ പ്രദേശിലെത്തിച്ച് റീ രജിസ്ട്രേഷൻ നടത്തി വലിയ തോതിലുള്ള ഈ നികുതി വെട്ടിപ്പ് നടത്തിക്കൊണ്ട് അത് ഈ വ്യവസായികളിലേക്കും സിനിമാ താരങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു രീതിയാണ് ഈ ഇടനിലക്കാർ പിന്തുടർന്നത് എന്നതാണ് കസ്റ്റംസ് സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇനി കസ്റ്റംസ് പരിശോധിക്കുന്നത് വാഹനം വാങ്ങിയിട്ടുള്ള വാഹന ഉടമകൾക്ക് ഏത് തരത്തിലുള്ള ഇടപാടാണ് ഇതിലുള്ളത്, എങ്ങനെയാണ് അവരിലേക്ക് വാഹനം എത്തിയത്, അതിന്റെ മറ്റു നടപടിക്രമങ്ങൾ, അതിൽ അറിവുണ്ടോ, കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, എന്താണ് ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വിശദമായി തന്നെ കസ്റ്റംസ് സംഘം പരിശോധിച്ചു വരുന്നത്. നമുക്ക് മനസ്സിലാക്കുന്ന അനുസരിച്ച് നിസ്സാര വിലയ്ക്ക് ഭൂട്ടാൻ റോയൽ ആർമിയിൽ നിന്ന് എത്തിച്ച് ഇന്ത്യയിൽ എത്തിച്ച വാഹനങ്ങൾ 3 ഇരട്ടിയോളം തുകയ്ക്ക് വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നതാണ് ലഭ്യമാക്കുന്ന വിവരം. അതൊക്കെ കസ്റ്റംസ് സംഘം പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊരു പ്രതികരണം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ പരിശോധന നടത്തുന്ന ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല. നമ്മളതിന് പല വിധത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അക്കാര്യങ്ങളിലൊന്നും ഒരു പ്രതികരണം ലഭ്യമായിട്ടില്ല. എങ്ങനെയാണ് ഈ വാഹനങ്ങൾ അവരിലേക്ക് എത്തിക്കപ്പെട്ടത്, അവർ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, ഇടനിലക്കാർ ഏത് രീതിയിലാണ് ഈ വാഹനങ്ങൾ വിൽപ്പന നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയ വാഹനങ്ങൾ വാങ്ങുന്ന ഒരു പതിവ് പ്രത്യേകിച്ച് ഈ വ്യവസായികൾക്കും ഈ സിനിമാ മേഖലയിലുള്ളവർക്കൊന്നുമില്ല. അപ്പോൾ ഏത് തരത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഈ വാഹനങ്ങളുടെ വിൽപ്പന നടത്തിയിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നത്. എന്തായാലും വ്യാപകമായി പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ ഓപ്പറേഷൻ നുംകൂർ കസ്റ്റംസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പല വകുപ്പുകളുമായി ചേർന്ന് വിവരങ്ങൾ ശേഖരിച്ചും അതോടൊപ്പം തന്നെ മുന്നറിയിപ്പ് നൽകിയും ഒക്കെ ഈ വിവരശേഖരണം കസ്റ്റംസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ എളംകുളത്തെ ഈ ദുൽഖറിന്റെ വീട്ടിൽ അതോടൊപ്പം തന്നെ പനമ്പള്ളി നഗറിലുള്ള മമ്മൂട്ടിയുടെ വാഹനങ്ങൾ ഈ ദുൽഖറിന്റെ അടക്കം വാഹനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പനമ്പള്ളി നഗറിലേക്ക് വീടിനോട് ചേർന്നുള്ള യാർഡിൽ ഒക്കെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഈ പരിശോധനയുടെയും അതോടൊപ്പം തന്നെ ഈ വാഹനം എത്തിയതിന്റെയും അടക്കമുള്ള വിശദമായ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതിനുശേഷമായിരിക്കും നമുക്ക് അക്കാര്യങ്ങളിൽ ഒരു ആധികാരികമായ വിവരങ്ങൾ കൂടി നൽകാൻ കഴിയുക. ശരി, പൃഥ്വിരാജിന്റെ വീട്ടിലും ദുൽഖർ സൽമാന്റെ വീട്ടിലും പരിശോധന നടക്കുകയാണ്. പൃഥ്വിരാജിന്റെ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്.